വയനാട് തമിഴ്നാട് അതിർത്തിയിൽ മനുഷ്യരെ ആക്രമിക്കുന്ന കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. തമിഴ്നാട് വനം വകുപ്പിന്റെ പ്രത്യേക സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. അതേസമയം വയനാട്ടിൽ ഒരാഴ്ച മുൻപ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭാസ്കരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. തമിഴ്നാട്ടിലെ ബിദർക്കാട് പാട്ടവയൽ വനമേഖലയിലാണ് കടുവയ്ക്കായി തിരച്ചിൽ നടക്കുന്നത്. തമിഴ്നാട് വനം വകുപ്പിന്റെ പ്രത്യേക സംഘമാണ് കടുവയെ തിരയുന്നത്. ഇന്നലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് 5 ദിവസത്തിനുള്ളിൽ കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന് തമിഴ്നാട് വനം വകുപ്പ് ഉറപ്പു നൽകിയിരുന്നു. അതേസമയം മനുഷ്യരെ ആക്രമിക്കുന്ന കടുവ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ കേരള വനം വകുപ്പും ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെറ്ററിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വലിയ സംഘം അതിർത്തിയിലെ വനമേഖലയിൽ രാത്രിയും പകലും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച മുൻപ് കേരള അതിർത്തിയിൽപ്പെട്ട മുക്കുത്തിക്കൊന്നിൽ ഭാസ്കരൻ എന്നയാളെ കടുവ കൊന്നു തിന്നിരുന്നു. ഇയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഈ വയനാട്ടിലെ ഇതിൻ്റെ പിന്നെ കടുവ ആക്രമിച്ചു കൊന്ന കുടുംബത്തിനും കാര്യമായ സഹായം കൊടുക്കും. തമിഴ്നാട്ടിലെ ബിദർക്കാട് ശനിയാഴ്ച കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മഹാലക്ഷ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് സംസ്കരിച്ചു. ഇവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ജോലിയും നൽകുമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ജനരോഷം അടങ്ങിയത്. കമൽ, റിപ്പോർട്ടർ, വയനാട്.